നമസ്കാരം. ഇന്ന് നിങ്ങളുടെ ഭാഗ്യം എന്താണ് നിങ്ങൾക്കായി കരുതിയിരിക്കുന്നത് എന്നറിയണ്ടേ? ദൈനംദിന ജാതകത്തിൽ നിങ്ങളുടെ സൂര്യരാശി നോക്കി നമുക്ക് ഫലമറിയാം. മേടം രാശി. വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇന്ന് നിങ്ങൾ തയ്യാറെടുപ്പോടുകൂടി മുന്നേറുന്ന ഒരു ദിവസമാണ്. കലാപരമായ കഴിവുകളുള്ള ആളുകൾക്ക് ഇന്ന് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. നിങ്ങൾ ലഭ്യമായ എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തുന്ന ഒരു ദിവസം കൂടിയാണ് ഇത്. വിദ്യാഭ്യാസവും സാംസ്കാരിക മൂല്യങ്ങളും പാലിക്കുന്നതിൽ നിങ്ങൾ വളരെയധികം കഠിനമായ പ്രയത്നം നടത്തും. സുഹൃത്തുക്കളുമായി സന്തോഷത്തോടെ സമയം ചെലവഴിക്കാനുള്ള അവസരം കൂടി ഇന്ന് കാണുന്നുണ്ട്. ബിസിനസ്സും വ്യാപാരവും ഒക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അഭിവൃദ്ധിയുടെ ഒരു ദിവസമാണ്. വിവിധ മേഖലകളിൽ നേട്ടം കൈവരിക്കുന്ന ഒരു ദിവസമാണ് ഈ രാശിക്കാർക്ക് ഇന്ന്. അത് മാത്രമല്ല, പ്രിയപ്പെട്ടവരിൽ നിന്ന് നിങ്ങൾക്ക് നല്ല വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യവും ഇന്നുണ്ട്. ഇടവം രാശി. സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ ഇന്ന് ഈ രാശിക്കാർ അല്പം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അത്തരം സന്ദർഭങ്ങൾ, അതായത് സംസാരത്തിലെ ചില പരുഷമായ വാക്കുകൾ മൂലം നിങ്ങൾക്ക് വലിയ ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഗാർഹിക കാര്യങ്ങളിലും നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുടുംബവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളിൽ സമചിത്തതയോടുകൂടി തീരുമാനങ്ങൾ എടുക്കുക. മുതിർന്നവരിൽ നിന്ന് നിങ്ങൾക്ക് പിന്തുണയും സഹകരണവും ലഭിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. മാത്രമല്ല, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ബിസിനസ്സിൽ ചെറിയ നഷ്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പണവുമായി ബന്ധപ്പെട്ടുള്ള ക്രയവിക്രയങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയം കൂടിയാണ് ഇത്. വിവിധ സാഹചര്യങ്ങളിൽ നിന്ന് സമ്മിശ്രമായിരിക്കും ഈ രാശിക്കാർക്ക്. തീർപ്പാകാത്ത കുറേ ജോലികൾ നിങ്ങൾക്ക് കെട്ടിക്കിടക്കുന്നതായി തോന്നും. അത്തരം ജോലികളൊക്കെ ക്ഷമയോടുകൂടി തീർപ്പാക്കാൻ നിങ്ങൾ കാത്തിരിക്കുക. അത്തരം പ്രശ്നങ്ങളിൽ നിങ്ങൾ മനസ്സ് വേദനിപ്പിക്കരുത്. ജാഗ്രതയോടുകൂടി പണ ഇടപാടുകൾ നടത്തുക എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ധാർഷ്ട്യവും ശാഠ്യവും നിങ്ങൾ ഇന്ന് ഒഴിവാക്കുക. വൈകാരികമായ കാര്യങ്ങളിൽ വളരെ ക്ഷമയോടുകൂടിയിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കണം. മിഥുനം രാശി. വാണിജ്യപരമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, വാണിജ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ബിസിനസ് യാത്രകൾ സാധ്യമാണ്. ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഇന്ന് വളരെ നന്നായി നിർവഹിക്കും. ചർച്ചകളും ആശയവിനിമയവും ഒക്കെ നിങ്ങൾ നിലനിർത്തി മുന്നോട്ട് പോകുക. സഹകരണ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടും. ഇന്ന് ചില അഭിമുഖങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം നന്നായി തിളങ്ങാൻ കഴിയും. മാത്രമല്ല, നിങ്ങളുടെ നേട്ടങ്ങൾ സഹപ്രവർത്തകർ പ്രകീർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇന്ന് ഉണ്ടാകും. സഹോദരങ്ങളുമായി ഇന്ന് കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്ന ഒരു ദിവസം കൂടിയാണ് ഈ രാശിക്കാർക്ക് ഇന്ന്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വളരെ കാര്യക്ഷമമായി മുന്നോട്ട് പോവുക. കർക്കിടകം രാശി. കുടുംബ പ്രവർത്തനങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കും ഈ രാശിക്കാർ ഇന്ന്. പരസ്പരം കുടുംബത്തിലെ എല്ലാവരുമായും ഒരു ആശയവിനിമയത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. കുറേ നാളുകളായി നിലനിന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. കുടുംബവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരുടെ പിന്തുണയും വിശ്വാസവും നിങ്ങളുടെ മുന്നോട്ട് പോക്കിന് വളരെയധികം പ്രയോജനപ്രദമാകും. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നല്ല ദിവസമാണ്. ലാഭം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട്. ബന്ധങ്ങൾ മെച്ചപ്പെടും. അത് സുഹൃത്ത് ബന്ധമാകട്ടെ, കുടുംബ ബന്ധമാകട്ടെ, ബന്ധങ്ങൾ മെച്ചപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. സംഭാഷണങ്ങളിലും നിങ്ങളുടെ മീറ്റിങ്ങുകളിലുമൊക്കെ നിങ്ങൾക്ക് വളരെയധികം നന്നായി പെരുമാറാൻ കഴിയുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ചിങ്ങം രാശി. സുഖം, സന്തോഷം, വിജയം എന്നിവയെ സൂചിപ്പിക്കുന്ന സമയമാണ് ചിങ്ങം രാശിക്കാർക്ക് ഇന്ന്. വിവിധ വിഷയങ്ങളിൽ നിങ്ങൾ താല്പര്യം കാണിക്കുകയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ അല്പം സമയം നീക്കിവെക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന്. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നിങ്ങൾ കൊടുക്കുന്ന ഒരു ദിവസമാണ്. നിങ്ങളുടെ വിജയം വളരെയധികം നേടിയെടുക്കാൻ കഴിയുന്ന, അതായത് പല വിഷയങ്ങൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ മത്സര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെ നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയുന്ന ഒരു ദിവസമാണ് ഇന്ന്. ക്രിയേറ്റീവ് ആയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നന്നായി ഷൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. കന്നി രാശി. സമയം മിതമായ സ്വാധീനം ചെലുത്തിയാണ് മുന്നോട്ട് പോകുന്നത്.
കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും വളരെ കരുതലോടുകൂടി സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതോ തൊഴിൽപരവുമായി ബന്ധപ്പെട്ടതോ ആയ ചില പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അതിനായി നിങ്ങൾ വളരെ കാര്യക്ഷമമായ തീരുമാനങ്ങൾ എടുക്കുക. അത്തരം പ്രശ്നങ്ങളിൽ തളർന്നു പോകാതെ ദൈവഭക്തിയോടുകൂടി തീരുമാനങ്ങൾ എടുക്കുക. നിക്ഷേപങ്ങളും ചിലവുകളും ഒക്കെ നിയന്ത്രിക്കേണ്ട ഒരു സമയമാണ്, നിയന്ത്രിക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന്. ജുഡീഷ്യൽ കാര്യങ്ങളിലൊക്കെ, നിയമപരമായുള്ള കാര്യങ്ങളിലൊക്കെ അല്പം ക്ഷമ കാണിക്കണം, തിടുക്കം കാണിക്കേണ്ട. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം ഓർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ അനുകൂലമായൊരു വിധി വളരെ വൈകാതെ തന്നെ ഉണ്ടാകും. നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ നിങ്ങൾ അല്പം ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ദീർഘദൂര യാത്രകൾ ഇന്ന് നിങ്ങൾക്ക് സാധ്യമാണ്. അപരിചിതരുമായുള്ള ഇടപാടുകളിലൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടത് കൂടിയാണ്. തുലാം രാശി, സാമ്പത്തിക പുരോഗതിക്കുള്ള ഒരു അവസരമാണ് തുലാം രാശിക്കാർക്ക് ഇന്ന് കാണുന്നത്. സാമ്പത്തികമായി ബിസിനസ്സിലും തൊഴിൽ മേഖലയിലുമൊക്കെ സമ്പത്ത് ലഭിക്കുവാനുള്ള ഒരു ദിനം ഇന്ന് നിങ്ങൾക്ക് വന്നു ചേരുന്നു. മുൻകൈ എടുത്തുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങുമെന്നാണ് കാണുന്നത്. നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ലാഭം നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. മടി കൂടാതെ നിങ്ങൾ കാര്യങ്ങൾക്കായി പ്രവർത്തിക്കും. ഒരു മത്സര മനോഭാവം നിങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം കഠിന പ്രയത്നം നടത്തും. പല മേഖലകളിലും നിങ്ങൾക്ക് സുഹൃത്തുക്കളുടെ പിന്തുണ ഉണ്ടാകുന്നതായാണ് കാണുന്നത്. മാത്രമല്ല, പുതിയ സ്രോതസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം എത്തിച്ചേരുന്നതായും ഇന്ന് കാണുന്നു. വൃശ്ചികം രാശി, ജോലിയിലും ബിസിനസ്സിലും സാമൂഹികത നിലനിർത്തുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഭരണപരമായ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇന്ന് ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. ആ പ്രതിസന്ധികൾ നിങ്ങൾ വളരെ സമചിത്തതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ചില മീറ്റിങ്ങുകളിലോ സംഭാഷണങ്ങളിലോ ഒക്കെ നിങ്ങൾ കൂടുതൽ നന്നായി ഷൈൻ ചെയ്ത് പ്രവർത്തിക്കുന്നതായും കാണുന്നു. എന്നാൽ നിങ്ങളുടെ അമിത ആത്മവിശ്വാസം ചിലപ്പോൾ നിങ്ങളെ വലിയ കുഴിയിൽ കൊണ്ട് ചാടിച്ചേക്കാം. അതുകൊണ്ട് ദൈവഭക്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. മാത്രമല്ല, സാമ്പത്തിക ചർച്ചകളിൽ നിങ്ങൾക്ക് ഇന്ന് വിജയമാണ് കാണുന്നത്. സാമ്പത്തിക മേഖലയിൽ ആകമൊത്തത്തിൽ നല്ല ഒരു പോസിറ്റീവ് ചലനമാണ് ഇന്ന് ഉള്ളത്. ബിസിനസ്സിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. മാത്രമല്ല, ബഡ്ജറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ചിലവുകൾ നിയന്ത്രിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല ഫലം കൈവരിക്കാൻ, സാമ്പത്തിക മേഖലയിൽ നല്ല ഫലം കൈവരിക്കാൻ കഴിയും. ധനുരാശി, ഭാഗ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില സന്തോഷ വാർത്തകളുണ്ട്. ലോട്ടറി എടുക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക്, ഈ രാശിക്കാരിലെ ചിലർക്ക് ലോട്ടറി അടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചില നറുക്കെടുപ്പുകൾ, മറ്റു ചില നറുക്കെടുപ്പുകൾ, മത്സരങ്ങൾ, അത്തരം മേഖലകളിലൊക്കെ ഇന്ന് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം കാണുന്നുണ്ട്. മൊത്തത്തിൽ നേട്ടങ്ങളുള്ള ഒരു ദിവസമാണ് ഇന്ന്. ബിസിനസ് ചർച്ചകളിൽ പുതിയ ചില ബിസിനസ് നടത്താൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചർച്ചകളിൽ നിങ്ങൾ ഇന്ന് പങ്കാളികളാകും. ദീർഘകാലമായി നടത്താൻ ആഗ്രഹിക്കുന്ന ചില പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. മുതിർന്നവരിൽ നിന്ന് നിങ്ങൾക്ക് നല്ല പിന്തുണ ഇന്ന് ലഭിക്കും. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നല്ല ദിവസമാണ്. നല്ല പ്രകടനം നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിയും. മാത്രമല്ല, വിനോദത്തിലും ആത്മീയതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലുമൊക്കെ ഈ രാശിക്കാർ ഇന്ന് സംബന്ധിക്കും. പരസ്പരം സൗഹൃദങ്ങളൊക്കെ ദൃഢമാകുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. മകരം രാശി, ആരോഗ്യ സൂചകങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തുക. ആരോഗ്യപരമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഇന്ന് നേരിടുന്നുണ്ടെങ്കിൽ വൈദ്യസഹായം തേടേണ്ടതുണ്ട്. കാരണം ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ വലിയ ആപത്തിലേക്ക് നയിക്കുന്നതായാണ് കാണുന്നത്. വൈകാരികമായി നിങ്ങൾ സമ്മർദ്ദത്തിലാകുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങളെ സമചിത്തതയോടുകൂടി കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക. പക്വമായ ഒരു മാനസികാവസ്ഥ നിലനിർത്തി മുന്നോട്ട് പോകാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ കാര്യക്ഷമമായി, ഉത്തരവാദിത്വത്തോടുകൂടി, പക്വതയോടെ തീരുമാനങ്ങൾ എടുക്കുക. കുടുംബാംഗങ്ങളുടെ ഉപദേശവും മാർഗനിർദ്ദേശവും നിങ്ങൾ
നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ തേടാവുന്നതാണ്. കുംഭം രാശി, ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഈ രാശിക്കാർക്ക് ഇന്ന്. അതുമാത്രമല്ല, പങ്കാളിത്ത ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ലാഭം കൊയ്യാൻ കഴിയുന്ന ഒരു ദിവസമാണ് ഇന്ന്. എല്ലാവരോടും ബഹുമാനം നിലനിർത്തി വളരെ വിനയാന്വിതരായി നിങ്ങൾ ഇന്ന് പെരുമാറും. അത്തരം പ്രവർത്തനങ്ങളും അത്തരം പെരുമാറ്റങ്ങളും നിങ്ങൾക്ക് കൂടുതൽ ഗുണങ്ങൾ കൊണ്ടുതരുന്നതായി കാണിക്കുന്നു. കുടുംബത്തിനുള്ളിലെ ക്ഷേമത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം നല്ല രീതിയിൽ ആശയവിനിമയം നടത്തി കുടുംബത്തിലെ എല്ലാവരെയും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. പ്രിയപ്പെട്ടവരിൽ നിന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പിന്തുണ ലഭിക്കും. സുഹൃത്തുക്കൾ നിങ്ങളെ സഹായിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട പ്രധാന ചർച്ചകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കും. അത്തരം ഓഫീസിലെ പ്രധാന ചർച്ചകളിൽ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. വസ്തു, കെട്ടിടം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ മുടങ്ങിക്കിടന്ന അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. മീനം രാശി, കഠിനാധ്വാനം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് വിജയത്തിലെത്താൻ കഴിയൂ. അതുകൊണ്ട് നിങ്ങൾ കഠിനാധ്വാനം നടത്തിയാൽ നിങ്ങളുടെ ബിസിനസ്സിലും തൊഴിൽ മേഖലയിലും നിങ്ങൾക്ക് വൻ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ ഒക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ മറികടക്കാൻ വേണ്ടി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുക, ഈശ്വരവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോവുക. ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ് ഈ രാശിക്കാർക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തൊഴിൽപരമായ അല്ലെങ്കിൽ ബിസിനസ് പരമായ മേഖലകളിലൊക്കെ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ബന്ധങ്ങളിൽ നിങ്ങൾക്ക് ചില പിഴവുകൾ സംഭവിക്കാൻ ഇന്ന് സാധ്യതയുണ്ട്. അതുകൊണ്ട് അപരിചിതരുമായി ഇന്ന് കൂട്ടുകൂടുന്നത് അല്പം ശ്രദ്ധിച്ചു വേണം. എതിരാളികൾ ശക്തരാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരവിശ്വാസമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഈശ്വരവിശ്വാസം മുറുകെ പിടിക്കുക. സാമ്പത്തികമായ കാര്യങ്ങളിൽ ഒരു മിതത്വം പാലിക്കേണ്ട ഒരു അവസ്ഥ കൂടിയുണ്ട്. സാമ്പത്തിക ഇടപാടുകളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കടം വാങ്ങുന്നത് പ്രത്യേകം ഇന്ന് ഒഴിവാക്കുക. തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് മികച്ച പ്രകടനം നടത്താൻ കഠിനമായി പരിശ്രമിക്കുക.